ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ലാൻഡ് ടാക്സ് അഥവാ ഭൂനികുതി ഓൺലൈനായി അടയ്ക്കുന്നതിനെക്കുറിച്ചാണ്. അതിനായി ആദ്യം തന്നെ ഗൂഗിൾ ഓപ്പൺ ആക്കുക. ഗൂഗിൾ സെർച്ച് ബാറിൽ ലാൻഡ് ടാക്സ് പേയ്മെൻറ്റ് എന്ന് സെർച്ച് ചെയ്യുക. അവിടെ ആദ്യം കാണുന്ന ലാൻഡ് ടാക്സ് ഗവൺമെൻറ് ഓഫ് കേരള എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഓപ്പണായി വന്നിരിക്കുന്ന പേജിലെ ക്വിക്ക് പേ എന്ന പർപ്പിൾ കളർ ബോക്സിൽ ക്ലിക്ക് ചെയ്യുക. ഈ ഓപ്പണായി വന്നിരിക്കുന്ന ക്വിക്ക് പേ പേജിൽ തെറ്റാതെ മൊബൈൽ നമ്പറും താഴെ തന്നിരിക്കുന്ന ക്യാപ്ചയും ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഗെറ്റ് OTPയിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇങ്ങനെ ഒരു ചെറിയ ബോക്സ് ഓപ്പൺ ആയിട്ട് വരും. അതിൽ നിങ്ങൾ നൽകിയിരിക്കുന്ന മൊബൈൽ നമ്പറിലേക്ക് ലഭിച്ചിട്ടുള്ള OTP ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്ത ശേഷം സബ്മിറ്റ് കൊടുക്കുക. ഈ ഓപ്പണായി വന്നിരിക്കുന്ന പേജിലാണ് ലാൻഡ് ഡീറ്റെയിൽസ് ആഡ് ചെയ്യേണ്ടത്. അതിനു മുന്നേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അവസാനമായി ലാൻഡ് ടാക്സ് പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലെ കമ്പ്യൂട്ടർ ജനറേറ്റഡ് റെസിപ്റ്റ് നമ്പർ ലാൻഡ് ടാക്സ് റെസിപ്റ്റിൻ്റെ മുകളിലായിട്ട് കാണാൻ സാധിക്കും. അത് ഈ കാണുന്ന എൻ്റർ റെസിപ്റ്റ് നമ്പറിൽ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് സെർച്ച് ചെയ്താൽ ലാൻഡ് ഡീറ്റെയിൽസ് ലഭിക്കുകയും പേയ്മെൻറ്റ് ചെയ്യാൻ എളുപ്പമാവുകയും ചെയ്യും. ഞാനിപ്പോൾ ഇവിടെ മാനുവലായിട്ടാണ് ലാൻഡ് ഡീറ്റെയിൽസ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ആദ്യം ഡിസ്ട്രിക്റ്റാണ് സെലക്ട് ചെയ്യേണ്ടത്. ആ തൊട്ടടുത്തുള്ള ഡൗൺ ആരോ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നിരിക്കുന്ന ലിസ്റ്റിൽ നിന്നും ഡിസ്ട്രിക്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം താലൂക്ക് സെലക്ട് ചെയ്യാം. അതുപോലെ തന്നെ വില്ലേജ്, പിന്നെ ബ്ലോക്ക്. മുൻ വർഷങ്ങളിൽ അടച്ചിട്ടുള്ള ലാൻഡ് ടാക്സ് റെസിപ്റ്റ് കയ്യിലുണ്ടെങ്കിൽ അതിൽ ബ്ലോക്ക് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ തന്നിരിക്കുന്ന ലിസ്റ്റിൽ നിന്നും ബ്ലോക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞ് താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ 3 ഓപ്ഷൻസ് കാണാൻ സാധിക്കും. ഇതിലേതെങ്കിലും ഒന്ന് ചൂസ് ചെയ്താൽ ലാൻഡ് ടാക്സ് പേയറുടെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാൻ സാധിക്കും. ഞാനിപ്പോൾ ഇവിടെ ലാൻഡാണ് ചൂസ് ചെയ്യുന്നത്. ലാൻഡിൽ ആഡ് ചെയ്യേണ്ടത് സർവേ നമ്പറാണ്. സർവേ നമ്പറിന് ശേഷം സബ് നമ്പർ. ഇത് രണ്ടും ബോക്സിൽ കൃത്യമായി ഫില്ല് ചെയ്ത ശേഷം താഴെ കാണുന്ന ഗെറ്റിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ സെർച്ച് തണ്ടപ്പേർ എന്നൊരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. അവിടെ ഡീറ്റെയിൽസ് ഒക്കെ കറക്റ്റ് ആണോ എന്ന് നോക്കുക. അതിനുശേഷം സെലക്ട് എന്ന് ആദ്യം കാണാം. അതിന് തൊട്ട് താഴെ ഒരു ബബിൾ ഉണ്ട്. ആ ബബിള് ക്ലിക്ക് ചെയ്ത ശേഷം പേയ്മെൻറ്റ് റിക്വസ്റ്റിലേക്ക് ചെല്ലാൻ സാധിക്കും. ഇവിടെ മുകളിൽ കാണുന്ന പേയ്മെൻറ്റ് റിക്വസ്റ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ലൊക്കേഷൻ, ലാൻഡ് ഡീറ്റെയിൽസ്, ടാക്സ് ഡീറ്റെയിൽസ് അടങ്ങുന്ന ഒരു ടേബിൾ ഓപ്പൺ ആയിട്ട് വരും. ആ ടേബിളിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് പേ നൗ കാണാം. ആ പേ നൗവിൽ ക്ലിക്ക് ചെയ്യുക. ഈ ഓപ്പണായി വന്നിരിക്കുന്ന പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് വിൻഡോയിൽ ടാക്സ് പേയറുടെ നെയിം, അഡ്രസ്, ടോട്ടൽ ടാക്സ് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് പ്രൊസീഡ് ഫോർ പേയ്മെൻറ്റിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഓപ്പൺ ആയിരിക്കുന്നത് ഈ ട്രഷറി ഗവൺമെൻറ് ഓഫ് കേരളയുടെ പേയ്മെൻറ്റ് പേജാണ്. ഇതിൽ 3 പേയ്മെൻറ്റ് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതിൽ സെക്കൻഡ് ഓപ്ഷൻ പേയ്മെൻറ്റ് ഗേറ്റ്വേ 1 പ്രിഫേർഡ് സെലക്ട് ചെയ്യുക. അതിനുശേഷം പ്രൊസീഡ് ഫോർ പേയ്മെൻറ്റിൽ ക്ലിക്ക് ചെയ്യാം. ഇത് ഫ്യൂച്ചർ റെഫറൻസിനായിട്ട് ജനറേറ്റ് ചെയ്തിരിക്കുന്ന GRN ആണ്. അത് നോട്ട് ചെയ്ത ശേഷം OK കൊടുക്കാം. എന്നിട്ട് മുന്നോട്ട് പോവാം. ഈ പേജിലാണ് പേയ്മെൻറ്റ് ചെയ്യുന്നത്. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ 4 പേയ്മെൻറ്റ് മെത്തേഡ് കൊടുത്തിട്ടുണ്ട്.